ഹായ്, നമസ്കാരം. ഇപ്പം എൻ്റെ പുറകിലുള്ള ഈ ഒരു പടിയും കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരുപാട് വലിയ കുന്നിൻ്റെ മുകളിലൊരു ക്ഷേത്രം. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അടുത്താണ്, കൊല്ലംകാർക്ക് അടുത്താണ് കൊട്ടാരക്കര ഭൂതനാഥ ക്ഷേത്രം. അപ്പോൾ ഈ ഒരു വഴി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഗൂഗിൾ മാപ്പിലൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ശ്രീ ഭൂതനാഥ ക്ഷേത്രം കൊട്ടാരക്കര എന്ന് പറഞ്ഞ് കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവഴി കയറി നമുക്ക് മുകളിലോട്ട് പോകാം. ഇപ്പോൾ ഏതാണ്ട് സമയം 10-11 മണിയായി, നട അടയ്ക്കാറായി. നമുക്ക് പോയി മുകളിലത്തെ കാഴ്ചയെ കാണാം. കമോ. അപ്പം നമ്മൾ ഇത് കയറി തുടങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ വഴി? അവിടെ നിന്ന് ഇങ്ങനെ കയറി അവിടെ എന്തോ രാവിലത്തെ അന്നദാനോ എന്തോ ഒക്കെ നടക്കുകയാണ് കേട്ടോ. അവിടെ ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ. അപ്പം ഇതിൻ്റെ മുകളിലെത്തി. മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മധ്യഭാഗമെത്തി, സെൻറ്ററിൽ. ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റും. താഴെ ഒരു കുന്നാണ് കേട്ടോ, മല, താഴ്വര പോലെ. എന്ത് ഒരാൾ മസിൽ പിടിച്ച് നിൽപ്പായി കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അമ്പലം കാണാം. അടിപൊളി. താഴെ അതുവഴി വന്നാൽ അവിടം വരെ വണ്ടി വരുമോ എന്തോ ഇൻ്റർലോക്കൊക്കെ ഇട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അടിപൊളി വ്യൂ കേട്ടോ, അടാറ് വ്യൂ. സംഭവം ഈ ഒരു 18-ാം പടി നമുക്ക് കയറാനേ പറ്റും, ഇതുവഴി തിരിച്ചിറങ്ങാൻ പറ്റൂല. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തിരിച്ചു വരുന്ന വഴിയാണ് അപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടത്. ഒരു പാറയുടെ മണ്ടയിലാണ് കേട്ടോ ഇത് പണിങ്ങി വെച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് അത് ക്ഷേത്രത്തിലോട്ട് കയറാം. ആ ഒരു വഴിയൊക്കെ നമ്മൾ വന്നത്. എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് നോക്കി. അടിപൊളിയില്ലേ, സൂപ്പർ. ഈ ഒരു ടെമ്പിളിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വിഗ്രഹമൊന്നും എടുത്തുകൂടാ, അതുകൊണ്ടാണ്. ഇതിൻ്റെ പുറകിലൂടെ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ജലധാര, സുകേഷ് തിരുവോണം. മുകളിൽ നമുക്ക് ശാസ്താവിനെ കാണാം, ഭഗവാൻ ശിവനെ കാണാം. അങ്ങനെയൊക്കെയുള്ള നല്ല പ്രതിഷ്ഠയായിരുന്നു. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലായിരുന്നു. നമ്മൾ സൈഡൊക്കെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. കാഴ്ചകൾ അതിഗംഭീരം. മുകളിൽ നിന്നും താഴോട്ടൊക്കെ നോക്കിയാൽ സൂപ്പറാണ് കേട്ടോ. ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത്. കണ്ടില്ലേ, അത് എങ്ങനെ ഇവർ പണിത് ഈ ഒരു ലെവലിൽ എത്തിച്ചെന്നുള്ളത് ഒരു മഹാ അത്ഭുതമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ മണി കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, ഈ വരുന്ന വഴിക്ക് മൊത്തം. അതിലൊക്കെ എന്തെങ്കിലും ഇത് കാണും, മണികെട്ട് പൂജ കാണും കേട്ടോ. കണ്ടില്ലേ എന്തുമാത്രം മണിയാണെന്ന് നോക്കി. താഴോട്ടും കണ്ടില്ലേ, മുകളിൽ നിന്ന് താഴെ വരെ ഉണ്ട്. അപ്പോൾ ഇത് എന്തോ മണികെട്ട് പൂജ സംഭവമൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്കിത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയായിരുന്നു. എൻ്റെ പേര് ഗിരീഷ് പുതുമലയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കീഴ്ശാന്തിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. മേൽശാന്തി അരുൺ. നമ്മുടെ ക്ഷേത്രം എന്ന് വെച്ചാൽ ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ പ്രധാനമായി 2 നടകളാണ്. ഒന്ന് ധർമ്മശാസ്താവും, പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്താവും, ഒന്ന് ശിവപാർവതീശ്വരൻ. അപ്പോൾ ക്ഷേത്രത്തിന് നല്ല പഴക്കമുണ്ട്. പിന്നെ മൂലസ്ഥാനം ഏറ്റവും പ്രാധാന്യമാണ്. പിന്നെ കൈക്കൊടക്കിൽ മൂലസ്ഥാനത്ത് വഴിപാടായി നടത്താറുണ്ട്. പിന്നീട് ക്ഷേത്രം അറിയപ്പെടുന്ന മണികെട്ട് എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. കാര്യസിദ്ധിക്ക് വേണ്ടി 7 ആഴ്ചകളിൽ ഭക്തജനങ്ങൾ മണി സമർപ്പിക്കാറുണ്ട്. ആഴ്ചയിലോ മാസത്തിലോ 7 മണികൾ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ 7ാമത്തെ മണിക്ക് മൂലസ്ഥാനത്ത് കഴുക്ക് ഉടച്ച് അങ്ങനെയാണ് ഇവിടെ വഴിപാടായിട്ട് വരുന്നത്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അനുഭവസ്ഥർ ഒരുപാട് പേരുണ്ട്. പിന്നീട് ക്ഷേത്രത്തിൻ്റെ ടൈമെന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 5:30 തൊട്ട് 10 മണി വരെയാണ്. ശനിയാഴ്ച 5:30 മുതൽ 10:30 വരെയാണ്. ഞായറാഴ്ച 5 മണി മുതൽ 11 മണി വരെയാണ്. ഞായറാഴ്ച അന്നദാനവും മറ്റു കാര്യങ്ങളും എല്ലാ ഞായറാഴ്ചയും ഇവിടെയുണ്ട്. പിന്നീട് ഭക്തജനത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ശനിയും ഞായറുമാണ്. ശനിയാഴ്ച ഏറ്റവും കൂടുതൽ നീരാഞ്ജനവും അതുപോലെ മണി വഴിപാടും എല്ലാം പോവാറുണ്ട്. കണ്ടില്ലേ, അപ്പം നമ്മൾ ഈ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ഇപ്പം തൊഴുതിട്ട് തിരിച്ചിറങ്ങുന്ന വഴിയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇതിൻ്റെ താഴ്വരയൊക്കെ കണ്ടിരിക്കുക, നല്ല രസം. ഒരു സൈലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല രസം. കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു തണുപ്പും
അത് കേട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം. നിങ്ങളും ഒരു ദിവസം വരണം. ഈ കൊട്ടാരക്കര വരുന്നവർക്ക് ഒരു 6.5-7 കിലോമീറ്റർ അതിൻ്റെ അകത്തേ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ ശ്രീ ഭൂതനാഥ ക്ഷേത്രം കൊട്ടാരക്കര. അത് ടൈപ്പ് ചെയ്താൽ കറക്റ്റ് റൂട്ട് ഇവിടെ തന്നെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലെത്താം. നല്ല ക്ഷേത്രം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. റയറായിട്ട് 2-3 വീഡിയോസൊക്കെ ഞാൻ ഇതിനെപ്പറ്റി കണ്ടിട്ടുള്ളൂ. എങ്കിലും ഇവിടെ എത്തിയപ്പം നല്ലൊരു പോസിറ്റീവ് വൈബ്. ഇവിടെ ഇതൊരു സുഖമല്ലേ എടാ, ഇങ്ങനെ കിടക്കണ്ടേ. മലയൊക്കെ കയറി വന്നോണ്ടേ കാല് കിഴപ്പുണ്ട്. സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കുടിവെള്ളം അടച്ചാടിയത് നല്ല ഗ്ലാസ് ഉണ്ട്. കുടിവെള്ളം ഇതിങ്ങനെ തുറക്കാൻ പറ്റും. സെറ്റപ്പ് കൊള്ളാം. ഇത്രയും സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ കുടിവെള്ളം വെച്ചിരിക്കുന്നത് നല്ലത് തന്നെ കേട്ടോ. കഞ്ഞിയുണ്ട്, കഞ്ഞിയാണ്. നീ എനിക്കൂട്ടുള്ള കഞ്ഞി നീ വാങ്ങിച്ചു 2 കിലോയിട്ട് വാങ്ങിച്ചു. നമ്മളിപ്പം കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഭാഗ്യത്തിന് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഒരു കഞ്ഞി സദ്യ കിട്ടി. നിങ്ങൾ ഞായറാഴ്ചയാണ് വരുന്നതെങ്കിൽ ഈ ഒരു കഞ്ഞി സദ്യ കിട്ടും. സൂപ്പർ കഞ്ഞിയായിരുന്നു കേട്ടോ. അതും അച്ചാറും കൂടി കിടുക്കാച്ചി. സൈഡിലും കുടിച്ചാൽ മതി അച്ചാർ കുറച്ച്. ഇങ്ങോട്ട് വാ, ഇവിടെ ഫാനുണ്ട്. ഫാൻ ഇവിടെ ഇരിക്കും. സെറ്റ് വിശന്നിരിക്കുകയായിരുന്നു. കഞ്ഞിയും കിട്ടി. നമ്മൾ വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ കഞ്ഞി കൊടുത്തു. ഇറങ്ങാൻ നേരത്ത് കഞ്ഞിയും കുടിച്ചു പോവാം. അതാകുമ്പോൾ കൊള്ളാം. നല്ല കഞ്ഞി, കറക്റ്റ് ലെവൽ. അച്ചാറും കൂടിയാകുമ്പം സൂപ്പർ കിടുകാച്ചു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കിടുക്കാച്ചി കാഴ്ചകളൊക്കെ കണ്ടു. എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ. ഇവിടെ നിന്ന് നോക്കുമ്പം വരെ അടിപൊളിയാണ്. നമ്മളെ ഒരു പളനി സ്റ്റൈലുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നു. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. മണികെട്ട് പൂജയൊക്കെ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരാൻ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുക ശ്രീ ഭൂതനാഥ ക്ഷേത്രം കൊട്ടാരക്കര എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ തന്നെ എത്തും. ഇവിടെ പിന്നെ 2-3 എഴുതാൻ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് കണ്ട. ഇതൊക്കെ ബസ്സിൽ ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് ബസ് ഇറങ്ങിയിട്ട് ഇതുവഴി കയറിയൊക്കെ വരാം. അപ്പോൾ അങ്ങനെ 2-3 വഴികളുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലെത്താനായിട്ട്. നമ്മൾ വന്നത് വേറൊരു വഴിയാണ്. അവിടെ വണ്ടി വന്ന് ഇവിടെ നിന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോവാം. അടിപൊളിയാണ്. കാഴ്ചയൊക്കെ ഗംഭീരം. ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കഴിവതും രാവിലെ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ വരിക. അപ്പോഴത്തെ ഒരു പ്രത്യേക തണുത്ത കാറ്റും ആ ഒരു ഇതും. ചില സമയമൊക്കെ കോടമഞ്ഞൊക്കെ കാണും. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഭാഗ്യം. നമ്മൾ വരുന്നവരുടെ ഒരു ലക്ക് കണക്കിരിക്കും. നമ്മുടെ ഈ ഒരു വീഡിയോ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ വെറൈറ്റി വീഡിയോസും കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ, സൈനിങ് ഓഫ്. Don't want to mislead, this is all you need. Be your everything, and I'll be your everything. Still too soon to feel, please just say it's real. More than just a thrill, not just in it for the thrill. I'm in it for the love, 'cause love it needs to touch it. Your breath